മാധ്യമങ്ങളെയാണ് താങ്കൾ അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയത്. അങ്ങനെ മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം, ഒരു സാഹചര്യം, മാധ്യമ രീതി കേരളത്തിൽ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. അതിന് വളരെ കാര്യമായി തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ അരൂർ ഉപതെരഞ്ഞെടുപ്പ് ഉദാഹരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. അത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ വളരെ കൃത്യമായൊരു ഇരട്ടത്താപ്പുണ്ടെന്നും ആ ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അത് മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നും അതിന് പിന്നിലൊരു സംഘടിതമായിട്ടുള്ള ഒരു കോൺഗ്രസിനകത്തെ, ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ, താല്പര്യം ഉള്ള ഒരു ഗ്രൂപ്പ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ കൗണ്ടർ ചെയ്ത് പറഞ്ഞ ആർഗ്യുമെൻറ്റിനെ ഇനി എങ്ങനെയാണ് താങ്കൾ കൗണ്ടർ ചെയ്യുന്നതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. ശരത്തെ, നല്ലൊരു ചോദ്യമാണ്. ഞാനത് പറഞ്ഞു കഴിയുന്നവരെ ശരത്തെ ഇടപെടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അരൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് പിണറായി വിജയൻ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരുന്നില്ല. ഈ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് പിന്നീടാണ്. ആ ക്യാപ്റ്റൻ വിളിയാണ് പിന്നീട് മാധ്യമങ്ങളെടുത്ത് ചർച്ചയാക്കുകയും മറ്റു പലരിലേക്കും ചാർത്തി കൊടുത്തത്. ആ ക്യാപ്റ്റൻ എന്ന് CPM-ൻ്റെ മുഖപത്രം വിശേഷിപ്പിക്കുകയും ചെയ്തു. അവർ അച്ചടിച്ചു ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന് അച്ചടിച്ചു വരികയും ചെയ്തു. അപ്പോൾ ക്യാപ്റ്റൻ വിളി തുടങ്ങിയത് അരൂർ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ സതീശനോ രമേശനോ ഒക്കെ അന്ന് തന്നെ കൊടുത്തേനെ. അപ്പോൾ അത് പിന്നീടാണ് വന്നത്. അതാണ് ലാൽകുമാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്തെ കാര്യം ശരത്ത് ചോദിച്ചത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൽ ഈ PR വർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം കൊണ്ടുവന്ന CPM-ആണ്. അതുകൊണ്ടാണല്ലോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ PR ടീമിലുള്ളവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തു. അത് വലിയ വാർത്തയായിരുന്നല്ലോ. അതുകൂടാതെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിനുള്ള കാലത്തോ ഉണ്ടായിട്ട് പോലും അതിനപ്പുറത്തേക്ക് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു PR ടീമുണ്ട്. അത് CPM ആണത് കാണിച്ചു തന്നത്. അതുമാത്രവുമല്ല, ഒരു മുഖ്യമന്ത്രി കരുണാകരനെ പുകഴ്ത്തിയിട്ടില്ല, ആന്റണിയെ പുകഴ്ത്തിയിട്ടില്ല, ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയിട്ടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വാഴ്ത്തുപാട്ട് എന്ന രീതിയിൽ എഴുതാനും നമുക്ക് കഴിയണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിച്ചിരിക്കുന്നു. ഇത് നാളെ കോൺഗ്രസ് അത് കടമെടുക്കരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ എല്ലാം കടം കൊള്ളാൻ പാടില്ല, മറിച്ച് ക്യാപ്റ്റൻ വിളി കടം കൊള്ളാം. അത് പിന്നെ മാറിയും മറിഞ്ഞൊക്കെ വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ തുടക്കമിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ PR വർക്ക് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ PR വർക്ക് നടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ PRD ഉൾപ്പെടാതെ ഹിന്ദുവിൻ്റെ ആ പ്രശ്നങ്ങളും മലപ്പുറം പ്രശ്നമൊക്കെ നമുക്ക് ചർച്ച ചെയ്തൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ക്യാപ്റ്റൻ എന്നുള്ള പദം കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാരാ? CPM. അത് പത്രത്തിൽ ആദ്യം അച്ചടിച്ച് വന്നത് ഏത് പത്രത്തിലാണ്? CPM മുഖപത്രത്തിൽ. അത് വന്നത് ഏത് കാലത്താണ്? 2ാം പിണറായി ഗവൺമെൻറ് കാലത്ത്. അരൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് അതിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ക്യാപ്റ്റൻ വിളിയുടെ പ്രത്യേകത. കപ്പിത്താൻ അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ PR വർക്കിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്. ആ രാഷ്ട്രീയത്തെ നമ്മൾ കാണാതിരിക്കേണ്ട. അത് CPM ആ PR വർക്ക് എടുക്കട്ടെ, തെറ്റൊന്നുമില്ല. അതിനെ കൗണ്ടർ ചെയ്യുന്ന PR വർക്ക് ഇപ്പുറത്ത് വരുമ്പോൾ അത് ശരിയല്ല എന്ന് പറയരുത്. അതായത് ജമാഅത്തെ ഇസ്ലാമി എല്ലാം നമുക്ക് ഒരുമിച്ച് പോവാം. ലാൽ ഈ ആർഗ്യുമെന്റ് എടുക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് താങ്കൾ മുന്നോട്ട് വെച്ച വിമർശനത്തിനോ നിരീക്ഷണത്തിനോ പോരുന്നതാണോ, മറുപടിയാണോ? അതിലെന്താണ് അപാകത ചൂണ്ടിക്കാട്ടുന്നത്? ഇല്ലില്ല, അല്ല, അതിനകത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, CPIM ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് കൊണ്ടാണോ അദ്ദേഹത്തിനെ അവർ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്? അതാണോ അതിൻ്റെ അടിസ്ഥാനം? ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ CPM 2021 തെരഞ്ഞെടുപ്പിന് പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്നാണല്ലോ വിളിച്ചത്. ഇവർ രമേശ് ചെന്നിത്തല എന്താ വിളിച്ചത്? അപ്പം തന്നെ ഇവർ കോയിൻ ചെയ്യണ്ടായിരുന്നോ? ഇല്ലേ? പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ കണക്ക് ശരിയാണെങ്കിൽ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് തന്നെ പിണറായി ഞാൻ പറയട്ടെ അതിന് മുമ്പ് തന്നെ വന്നു. അദ്ദേഹം പറയുന്ന വാദം എടുത്താൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാദം 2021 അദ്ദേഹത്തിനെ വിളിച്ചതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഇപ്പുറത്ത് മാധ്യമങ്ങളെ വെച്ച് കോയിൻ ചെയ്യണ്ടേ? ഇല്ല. ഇത് എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. എൻ്റെ പോയിന്റ്, പിണറായിയെ ആര് CPM-ൽ ഒരാൾ ക്യാപ്റ്റൻ എന്ന് വിളിച്ചോ അതിൻ്റെ ബദലാണോ എന്നുള്ളതല്ല. അതിന് ബദൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, CPM-ന് വിളിച്ചില്ലയോ അതൊരു പ്രശ്നമേ അല്ല ഇവിടെ. സതീശനെ, രമേശ് ചെന്നിത്തലയെ വിളിക്കാഞ്ഞ മാധ്യമം, പിണറായി വിജയനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും രമേശ് ചെന്നിത്തലയെ വിളിക്കാതിരുന്ന മാധ്യമം എന്തുകൊണ്ട് ഇപ്പം സതീശനെ വിളിക്കുന്നു? അത് മീഡിയ മാനേജ്മെന്റ് ആണെന്നേ പറഞ്ഞുള്ളൂ. അതിനകത്ത് എനിക്കൊരു സംശയമില്ല പറഞ്ഞതിനകത്ത്.